റഖീബ് അതീദിനെ വിളിച്ചാൽ കേൾക്കും. റഖീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. KNMന്റെ വാദം തന്നെയാണ് പറയണത്. അള്ളാന്റെ ഖുർആനാണ് KNMന്റെ പ്രമാണം, റസൂലുള്ളാഹിന്റെ ഹദീസും. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഖുർആനിലെ ആയത്താണ് പറഞ്ഞത്. അത് മനസ്സിലായിണോ? അല്ല, അതും കൂടി ഒന്ന് പറയാം. അത് ഖുർആനിലെ ആയത്താണ് ഞാൻ ഓതി കേൾപ്പിച്ച് തന്നത്. ഇൻതദോഹും ലാ യസ്മഉ ദുആക്കും. അത് ഖുർആനിലെ ആയത്താണ്. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ട്. റഖീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഫൈസൽ, സ്ഥലം ചേലേന്ദ്രാണ്. എനിക്ക് ചോദിക്കാനുള്ളത് 2-3 ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ അവസരം തരികയാണെങ്കിൽ ചോദിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നാമതായി ചോദിക്കാനുള്ളത് നാസർ സുലൈമിയോടാണ്. ഇപ്പൊ ഇവിടെ കുറച്ചു മുമ്പ് പറഞ്ഞു റഖീബ് അതീദിന്റെ വിഷയം. റഖീബ് അതീദിന്റെ വിഷയം നാസർ സുലൈമിയും പറഞ്ഞു, കായക്കൊടിയും പറഞ്ഞു. അതില് റഖീബ് അതീദ് വിശേഷമുള്ള മലക്കിനോട് ഞാൻ ഇവിടുന്ന് വിളിച്ച് ദുആ ചെയ്താല് ആ ദുആ റഖീബ് അതീദ് വിശേഷമുള്ള മലക്ക് കേൾക്കോ കേൾക്കൂലേ? ആ ചോദ്യത്തിന് ഉത്തരം പറയാം. കേൾക്കെങ്കിൽ കേൾക്കുന്നു നാസർ സലീം ഉത്തരം പറയാം, കേൾക്കില്ലെങ്കിൽ കേൾക്കൂല എന്ന് നാസർ സലീം ഉത്തരം പറയാം. അപ്പോ അതിനുള്ള ഉപചോദ്യം ചോദിക്കാനുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ കേൾക്കും. പിന്നെ ആ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കേൾക്കുന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. റഖീബ് അതീദിനെ വിളിച്ചാൽ കേൾക്കും, റഖീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. നാസറുള്ളയോടാണ് എനിക്ക് കാക്കടി എന്നതിന് ഉത്തരം പറയേണ്ടിയിരുന്നത്. ഏതായാലും പോട്ടെ. പിന്നെ ദുആ കേൾക്കും എന്നാണ് കാക്കടി പറഞ്ഞെന്നുണ്ടെങ്കിൽ ഏതായത്താണ് മലക്കുകൾ ദുആ കേൾക്കും എന്നതിന് ബഹുമാന്യനായ കായക്കൊടിക്ക് ഓതാനുള്ളത്? അല്ലെങ്കിൽ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാന്യനായ കായക്കൊടി മലക്കുകൾ ദുആ കേൾക്കും എന്ന് പറഞ്ഞത്? ഒന്ന് ശ്രദ്ധിക്കണം. ആയത്തല്ലേ നേരത്തെ ഓതിയത്. എന്തൊരു കഷ്ടാണ് പഠിച്ചവനെ. ഞാൻ ചോദിച്ചത് അടുത്ത ചോദ്യം ചോദിച്ചു, ഉപചോദ്യം ചോദിച്ചു, ഇവിടെ വിശദീകരിച്ചു. ശരി, പ്രസിഡീയത്തിന്റെ അനുവാദപ്രകാരം നിങ്ങൾക്ക് ഒരവസരം കൂടി. ഞാൻ ചോദിച്ചത് മലക്ക് എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ ഇവിടുന്ന് ദുആ ചെയ്താൽ, അത് ഏത് രീതിയിലായിക്കോട്ടെ, മലക്കിനോട് ഞാൻ ദുആ ചെയ്താൽ എന്റെ ദുആ മലക്ക് കേൾക്കും എന്ന് ഞാൻ ചോദിച്ചു. കേൾക്കോ കേൾക്കൂല ചോദിച്ചു. അപ്പം പറഞ്ഞത് രണ്ടാളും അതിന് പറഞ്ഞത് കേൾക്കും എന്നാണ് പറഞ്ഞത്. അതിന് ഫൈസൽ മുസ്ലിയാര് ഒരു ഖുർആന്റെ ആയത്ത് ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ചോദിച്ചതും അതല്ല. അങ്ങനെ മലക്കുകൾ പോട്ടെ, അള്ളാന്റെ ഏതെങ്കിലും ഒരു മഖ്ലൂക്ക് ദുആ കേൾക്കും എന്നതിന് ഖുർആന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ അത് ഉദ്ധരിക്കാം. അല്ലാതെ ഫൈസൽ മുസ്ലിം മലക്കുകൾ ദുആ കേൾക്കുകയില്ല, അതേപോലെ ജീവിച്ചിരിക്കുന്നവർ ദുആ കേൾക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ തെളിവ് പറയാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ എങ്ങനെ തെളിവില്ല? ഉള്ള തെളിവുകൾ കേൾക്കും എന്നതിന് തന്നെയാണ്. അതാണ് ഇവിടെ ഉദ്ധരിച്ചത്, അതാണ് ഇവിടെ പറഞ്ഞത്.